വെൽക്കം ടു മൈ ചാനൽ ഹെൽത്തി യമ്മി ബൈറ്റ്സ്. ഐ എം സൂസൻ. ഇന്ന് ഞാൻ നല്ല രുചികരമായതും വളരെ സിമ്പിളായി തയ്യാറാക്കാവുന്നതുമായ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതാണ് ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം പ്രിയങ്കരമായ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഇതിൻ്റെ കൂടെ അല്പം സമ്മന്തിയും ഇച്ചിരി മോരും ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ നല്ല സ്വാദാണ്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി നല്ല പച്ച ഏത്തയ്ക്കയാണ് വേണ്ടത്. ഒരു 4 എണ്ണം എടുക്കാം. ഇതുപോലെ ഇതിൻ്റെ തൊലി അല്പം കളഞ്ഞ് ഒരുപാട് ചെത്തി മാറ്റണ്ട, വെള്ളത്തിലിട്ട് വെക്കണം കറുത്തു പോകാതിരിക്കാൻ വേണ്ടി. ഇത് 1 ഇഞ്ച് സൈസ് നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് മുറിച്ചെടുക്കുക. കട്ട് ചെയ്യുന്നത് വെള്ളത്തിലോട്ട് ഇട്ട് വെക്കണം. ഏത്തയ്ക്ക അല്ലാതെ വേറെ പച്ച വാഴയ്ക്ക വെച്ചും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. എന്നാലും ഏത്തയ്ക്ക വെച്ചുണ്ടാക്കുന്ന മെഴുക്കുപുരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും വേവിക്കാനായി ഒരു പാത്രത്തിലേക്കാക്കാം. പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ ചതച്ച മുളക്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് വെള്ളം ചേർക്കാം, ഏകദേശം ഒരു 1/4 കപ്പ്. വാഴയ്ക്ക ഒരുപാട് അങ്ങ് വെന്തു പോകരുത്, അതുകൊണ്ട് കുറച്ച് വെള്ളമേ ആവശ്യമുള്ളൂ. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ചെറുതീയിൽ ഒരു 6 മിനിറ്റോളം വേവിക്കാം. അധികം വെന്ത് പൊടിയരുത്. കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി തീ ലോ ആക്കി തന്നെ വെക്കുക. ഏകദേശം 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. ഏത്തയ്ക്ക ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലതായിട്ട് പറ്റി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് വെക്കാം. ഇതിനി ഒന്ന് ഉലർത്തിയെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. വേവിച്ചെടുത്ത ഏത്തയ്ക്ക ഇതിലേക്കിട്ട് ഒന്ന് നന്നായി നിരത്തി ഇട്ട് കൊടുക്കണം. നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മറിച്ചിട്ട് ഒരു ഏകദേശം 7 മിനിറ്റോളം വഴറ്റിയെടുക്കണം. 1 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടി ചേർക്കുന്നു. ഇത് തീർച്ചയായും ചേർക്കണം. ഏത്തയ്ക്ക മെഴുക്കുപുരട്ടിയിൽ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടാൽ ഒന്നുകൂടെ രുചിയായിരിക്കും. രുചിച്ച് നോക്കിയ ശേഷം ഉപ്പ് ആവശ്യാനുസരണം ചേർക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ ചേർക്കുന്നു. കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു ടേബിൾ സ്പൂണോളം എണ്ണയോട് ഒഴിച്ച് നന്നായി മൊരിച്ചെടുക്കാം. ഇത് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റാൻ തുടങ്ങിയിട്ട്. തീ ഓഫ് ചെയ്യാം. ഈ സ്വാദിഷ്ടമായ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നു. നല്ല രുചികരമായതും എന്നാൽ സിമ്പിളായി തയ്യാറാക്കാവുന്നതുമായ ഈ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി നിങ്ങൾ തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ല ഡിഷുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. തീർച്ചയായും കാണണം. താങ്ക് യു.